വെൽക്കം. തഹ്മനാണ്. പത്തോളജി സെൽ ഇഞ്ചുറി വീഡിയോ സീരീസിൽ നമ്മൾ സെൽ ഡെത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാ ഓട്ടോഫാഗിയെ കുറിച്ചിട്ട്. സോ നമ്മൾ പറയാ എന്താണ് ഓട്ടോഫാഗി എന്ന് പറയും. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഓട്ടോഫാഗി നമുക്കൊന്ന് പറഞ്ഞു പോകണം. ദെൻ അതിന്റെ മെക്കാനിസത്തെ കുറിച്ച് പറയണം. ഓരോ ടൈപ്സിന്റെ മെക്കാനിസം പറയണം. ദെൻ അവസാനം നമുക്ക് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, എന്താണ് ഇതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് കൂടി ഒന്ന് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. സോ ഓട്ടോ മീൻസ് സെൽഫ് എന്നാണ് അർത്ഥം. ഫാഗി മീൻസ് ഈറ്റിംഗ് ആണ്. സോ ഇറ്റ് ഈസ് സെൽഫ് ഈറ്റിംഗ് തന്നെയാണ് ഓട്ടോഫാഗ്. സെൽ കാനിബാലിസം തന്നെയാണ് അല്ലെ. കാനിബാലിസം എന്ന് വെച്ചാൽ സ്വന്തം വർഗത്തിൽപ്പെട്ട ആൾക്കാരെ കഴിക്കാതെ അതിന്റെ സെല്ലിനകത്തുള്ള അതിന്റെ സർവൈവലിന് വേണ്ടി, എനർജിക്ക് വേണ്ടി, ഇൻ നീഡ് ഓഫ് സർവൈവൽ നടത്തുന്ന ഫാഗോസൈറ്റിക് പ്രോസസ് ആണ് ഓട്ടോഫാഗി. സ്വന്തം സെല്ലിലെ ഓർഗനലൈസിലെ തന്നെ ഡൈജസ്റ്റ് ചെയ്യുന്ന പരിപാടികളാണ് ഓട്ടോഫാഗി. ഇത് നോർമലാണ് സെല്ലിന്, പലപ്പോഴും സെല്ല് ചെയ്യും. ഇറ്റ്സ് എ നോർമൽ പ്രോസസ് എന്ന് നമുക്ക് പറയാം. യൂഷ്വലി നടക്കുന്ന കാര്യമാണ്. സെല്ലിനകത്തെ ഇൻട്രാ സെല്ലുലാർ ഡെബ്രിസ്, സെല്ലിനകത്ത് ധാരാളം ഡെബ്രിസ് കൂടിക്കഴിഞ്ഞാൽ ഇത് ചെയ്യും, അത് നശിപ്പിക്കാൻ വേണ്ടി ചെയ്യും. ദെൻ ടേൺ ഓവർ ഓഫ് ഓർഗനല്ലേ, പഴയതും മുഷിതമായ ഓർഗനല്ലേസ് ഒക്കെ മാറ്റി പുതിയത് വെക്കാനായിട്ട് ഇത് ചെയ്യും. പഴയത് നശിപ്പിക്കാനായിട്ട്, സെല്ലിന്റെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ചെയ്യും. ദെൻ എസെൻഷ്യൽ മെറ്റബോളൈറ്റ്സ് റീസൈക്കിൾ ചെയ്യാനായിട്ടും ഇത് ചെയ്യും. മെറ്റബോളൈറ്റ്സ് റീസൈക്ലിംഗ്, അതിന് വേണ്ടിയും ഈ സംഭവം ചെയ്യും. ദെൻ വെൻ എ സെൽ അണ്ടർഗോസ് അട്രോഫി നടക്കുമ്പോൾ, അട്രോഫി മീൻസ് സെൽ ചുരുങ്ങലാണല്ലോ, ഇത് നടക്കുമ്പോഴും ഈ സംഭവങ്ങൾ കൂടുതലായിട്ട് ചെയ്യും. സോ ദിസ് ഈസ് ഓൾവേസ് വിത്ത് അട്രോഫിക്കൊപ്പമായിരിക്കും ഇത് നടക്കുക. സോ ഇങ്ങനെയൊക്കെയുള്ളപ്പോഴൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. സോ ഇറ്റ്സ് എ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ സെൽ. സെല്ലിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ കൂടി ആണ് ഓട്ടോഫാഗി എന്ന് നമുക്ക് പറയാം. ഇനി ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെല്ലുലാർ ഓർഗനല്ലേ, ഇത് സെല്ലാണെങ്കിൽ ന്യൂക്ലിയസ്, ഇതിനകത്തുള്ള ഈ സംഭവം ഇത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ദാറ്റ് ഈസ് ലൈസോസോമാണ്. സോ ലൈസോസോമൽ ഡിഗ്രഡേഷൻ ആണ് അൾട്ടിമേറ്റ് ആയിട്ട് ഇത് നടക്കുക. ആൻഡ് ഇവിടെ നെക്രോസിസോ അപ്പോപ്റ്റോസിസോ ഒന്നുമില്ല, ആ പരിപാടികളൊന്നുമല്ല ഇവിടെ നടക്കുക. പക്ഷെ ഇത് ചിലപ്പോൾ സെൽ ഡെത്തിനും കാരണമാകാം. സോ ഓട്ടോഫാഗി ക്യാൻ ബി എ കോസ് ഓഫ് സെൽ ഡെത്ത് എന്ന് കൂടി നമുക്ക് പറയാം. ആൻഡ് ദിസ് പരിപാടി മൊത്തം ദിസ് ഈസ് ബീൻ അണ്ടർ കൺട്രോൾ, അല്ല ദിസ് ഈസ് ബീൻ കൺട്രോൾഡ്. ഇതൊരു കൺട്രോൾ പ്രോസസ് ആണ്. കൺട്രോൾഡ് ബൈ ATG ജീൻസ് വഴിയാണ് കൺട്രോൾ ചെയ്യുക. അതാണ് ATG മീൻസ് ഓട്ടോഫാഗി ജീൻ തന്നെയാണ്. ATG1 എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജീൻ. ആൻഡ് ഇത് കണ്ടുപിടിച്ചത് ഈ ATG ജീൻ, അതിന്റെ എല്ലാം ഇൻവോൾവ്മെന്റ് എല്ലാം തെളിയിച്ചത് യോഷിമി എന്ന് പറയുന്ന ജപ്പാനീസ് സയന്റിസ്റ്റ് ആണ്. 2016 നോബൽ പ്രൈസ് കിട്ടിയ സംഭവം ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ഓട്ടോഫാഗിയുടെ ജീനൊക്കെ പറ്റിയായിരുന്നു. ഇനി ഈ പ്രോസസ് ക്യാൻ ബി ഫിസിയോളജിക്കൽ ആൻഡ് ഓൾസോ പാത്തോളജിക്കൽ. സോ രണ്ട് രീതിയിൽ നടക്കാം. ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ പ്രോസസ് ആയിട്ട് നമ്മൾ പറഞ്ഞു. സംടൈംസ് ദിസ് ക്യാൻ ഹാപ്പൻ ആസ് എ pathological also. So it can be pathological or physiological. Physiological examples നമ്മുടെ സാധാരണ വയസ്സാകുന്ന പ്രോസസ്, ഏജിങ്, എക്സസൈസ് എല്ലാം ഫിസിയോളജിക്കൽ പ്രോസസ് ആണ്. പാത്തോളജിക്കൽ ഓട്ടോഫാഗി നടക്കുന്നത് സിവിയർ മാൽന്യൂട്രീഷൻ കണ്ടീഷൻസിലാണ്. Then starvation, പട്ടിണി, ഡ്യൂറിങ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ 5-8 മണിക്കൂറല്ല, അതിൽ കൂടുതൽ ദീർഘനേരം 12 മണിക്കൂറോ 16 മണിക്കൂറിലോ ഒക്കെ ഫാസ്റ്റിംഗ് നടത്തിയാൽ ഇത് നടക്കും. Then ഇൻഫെക്ഷൻസ്, പലതരം ഇൻഫെക്ഷൻസ് മൂലവും ഓട്ടോഫാഗി നടക്കാം. ദെൻ ക്യാൻസർ ഒരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഇതുമായിട്ട് ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. സോ വെൻ ദർ ഇസ് എ ഡിക്രീസ് ഇൻ ഗ്രോത്ത് ഫാക്ടർ, ശരീരത്തിനകത്ത് മാൽന്യൂട്രീഷൻ, സ്റ്റാർവേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏജിങ് ആയാലും ഇതൊക്കെ ആയാലും നമ്മുടെ ഗ്രോത്ത് ഫാക്ടേഴ്സിൽ ഒരു കുറവ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ന്യൂട്രീഷൻ, ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ കുറവുകൾ വരുന്നുണ്ട്. അപ്പോൾ ദ സെൽ മേ അണ്ടർഗോ ഓട്ടോഫാഗി. ഈ ഓട്ടോഫാഗി വിവിധ തരമുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് മൂന്നാക്കാം. ഒന്ന് മാക്രോ ഓട്ടോഫാഗി ആണ് പ്രധാനപ്പെട്ട തരം. ആൻഡ് ഇതിന്റെ ഒരു വെറൈറ്റി സബ്സെറ്റ് ആണ് മൈറ്റോഫാഗി എന്ന് പറയും. മൈറ്റോഫാഗി ചിലപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ആയിട്ടും പറയാറ്. എന്തായാലും രണ്ടുണ്ട്, മാക്രോ ഉണ്ട്, മൈറ്റോഫാഗി ഉണ്ട്. രണ്ടാമത്തത് മാക്രോ കഴിഞ്ഞാൽ പിന്നെ മൈക്രോ ഓട്ടോഫാഗി ആണ്. മൈക്രോ ഓട്ടോഫാഗി ഉണ്ട്. ദെൻ മൂന്നാമത്തത് ചേപ്പറോൺ മീഡിയേറ്റഡ് ഓട്ടോഫാഗി, ദാറ്റ് ഈസ് CMA എന്ന് നമുക്ക്. ആൻഡ് ഇതിൽ ദിസ് മാക്രോ ഓട്ടോഫാഗി ആണ് ദ മോസ്റ്റ് കോമണസ്റ്റ്. സോ ദിസ് ഈസ് ദ മോസ്റ്റ് കോമണസ്റ്റ് ഫോം ഓഫ് ഓട്ടോഫാഗി. ഇവിടെ ഒരു ഫോർമേഷൻ ഓഫ് ഓട്ടോഫാഗോസോം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു, ഓട്ടോഫാഗോസോം. അപ്പോൾ ഇത് ഇവിടെ മൈറ്റോഫാഗിയിലും ഇത് നടക്കുന്നുണ്ട്. ആൻഡ് മൈറ്റോഫാഗിയിൽ ഓൺലി മൈറ്റോകോൺട്രിയ മാത്രമാണ് ഫാഗോസൈറ്റോസ് ചെയ്തത്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, വിവിധ തരം മറ്റു ധാരാളം ഗ്രൂപ്പ് ഓഫ് ഓർഗനല്ലേ, സെല്ലുലാർ ഓർഗനല്ലേ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മാക്രോ ഓട്ടോഫാഗി എന്ന് വിളിക്കുക. ദെൻ മൈക്രോ ഓട്ടോഫാഗിയിൽ ഒരു ഓട്ടോഫാഗോസോം ഫോർമേഷൻ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല.
നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നത് എൻഡോസൈറ്റോസിസ്. എൻഡോസൈറ്റോസിസ് എന്നുള്ള പ്രോസസ്സ് മാത്രമാണ് നടക്കുക. ചേപ്രോൺ മീഡിയേറ്റഡിലെ മിസ്ഫോൾഡഡ് ആയിട്ടുള്ള പ്രോട്ടീൻ, അതിനെ ഫാഗോസൈറ്റോസ് ചെയ്യുന്ന പരിപാടിയാണ്. സോ സ്മോൾ പ്രോട്ടീൻസിനെയാണ് കൂടുതലായിട്ട് ഫാഗോസൈറ്റോസ് ചെയ്യുക. ഇവിടെ ഓർഗനല്ലേ അല്ല കൂടുതലായിട്ട് ചെയ്യുക, സ്മോൾ പ്രോട്ടീൻസിനെയാണ്. ആദ്യം നമുക്ക് മാക്രോ ഓട്ടോഫാഗിയെ പറ്റി പറയാം. ഇത് നമ്മൾ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനല്ലേ. ഇതൊരു സെല്ലാണെങ്കിൽ ഇതൊരു ഓർഗനല്ലേ, ഇത് ന്യൂക്ലിയസ്. സോ ഇതിനെ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഓർഗനല്ലേ ഒരുമിച്ച് ഓട്ടോഫാഗി, ഇത് ലൈസോസോം ആണെങ്കിൽ ലൈസോസോമിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ പ്രോസസ്. സോ ഒരു ഓട്ടോഫാഗോസോം ഉണ്ടാവുന്നുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ആൻഡ് ഇതാണ് മോസ്റ്റ് കോമൺ എന്നും നമ്മൾ പറഞ്ഞു. സോ ഓട്ടോഫാഗോസോം മോസ്റ്റ് കോമൺ ഗ്രൂപ്പ് ഓഫ് ഓർഗനൽ. ഇതെപ്പോഴാണ് നടക്കുക? വെൻ ഗ്രോത്ത് ഫാക്ടേഴ്സ് കുറഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ആവശ്യത്തിന് കിട്ടാതെ ആയാൽ, സിവിയർ സ്റ്റാർവേഷൻ, കടുത്ത സ്റ്റാർവേഷൻ, ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഈ പ്രോസസ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. സോ ഒരു 4 സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത്. ആദ്യം ഒരു പ്രീ ഓട്ടോസോമൽ സ്ട്രക്ചർ ഫോർമേഷൻ ഉണ്ടാവും. പ്രീ ഓട്ടോസോമൽ സ്ട്രക്ചർ നമ്മൾ അതിനെ PAS വാസ് ഫോർമേഷൻ എന്ന് പറയും. 2 ഒരു ഫാഗോഫോർ ഉണ്ടാകും, ഫാഗോഫോർ ഫോർമേഷൻ ഉണ്ടാകും. ദെൻ 3 ഒരു ഓട്ടോഫാഗോസോം ഫോർമേഷൻ നടക്കും. 4ാമത്തെ ഓട്ടോലൈസോസോം ഉണ്ടാകും. ദെൻ പിന്നെ അതിനകത്ത് ഓട്ടോലൈസിസ് നടക്കും. ഇതെല്ലാമാണ് സ്റ്റെപ്സ്, 4 സ്റ്റെപ്പുകൾ നടക്കുക. അപ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് കുറഞ്ഞാൽ, ന്യൂട്രീഷൻ കുറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സെല്ലൊന്നും അങ്ങോട്ട് വരികയാണ്. നമ്മൾ ഗ്രോത്ത് റിസപ്റ്റർ പാത്വേസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് സെല്ലാർ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ സിസ്റ്റം പാത്വേയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് mTOR, PI3K, mTOR, AKT പാത്വേ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് ഗ്രോത്ത് ഫാക്ടേഴ്സ് കുറഞ്ഞാൽ, ന്യൂട്രീഷൻ കുറഞ്ഞാൽ, ഇൻട്രാസെല്ലാർ പാത്വേയിലെ ഈ mTOR ആക്ടിവേഷൻ കുറയും. mTOR ആക്ടിവേഷൻ കുറഞ്ഞാൽ ഈ mTOR ചില കാര്യങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. mTOR എന്തായിരുന്നു? mTOR ഈസ് മെമ്മൈലിൻ ടാർഗറ്റ് ഓഫ് റാപ്പമൈസിൻ എന്നാണ് നമ്മൾ. സോ അപ്പോൾ എന്തിനാണ് mTOR ഇൻഹിബിറ്റ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് ULK1 എന്ന് പറയുന്ന വിത്ത് ATG എന്താണെന്ന് നമുക്കറിയാം, ഓട്ടോഫാഗി ജീനുകളാണ്. ഇങ്ങനെ ഒരു കോംപ്ലക്സിന്റെ ഫോർമേഷൻ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു, ഈ ആക്ടിവേഷനെ തടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പൊ GF ഇല്ല എങ്കിൽ അപ്പൊ എന്ത് പറ്റും? ഈ mTORന്റെ അളവ് കുറയും അല്ലെ. ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ mTORന്റെ അളവ് കുറയും. mTORന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ULK ആൻഡ് ദിസ് പാത്വേ അതിനുള്ള തടസ്സം അങ്ങോട്ട് പോയി കിട്ടും. സോ ULK1 ATG മാത്രമല്ല, വീണ്ടും ATG 101 ഉണ്ട്, 13 ഉണ്ട്, FIP 200, ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് മൊത്തത്തിൽ ഒരു കോംപ്ലക്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഈ കോംപ്ലക്സ് ഇതില്ലാതെ ആകുമ്പോഴത്തേക്കും ഈ കോംപ്ലക്സ് ഈസ് നൗ ആക്ടിവേറ്റഡ് ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിനെയാണ് നമ്മൾ ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യേഷൻ മാക്രോ ഓട്ടോഫാഗിയുടെ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ആണ് ULK1 കോംപ്ലക്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് മനസ്സിലായത് mTOR ഇസ് ആൻ ഇൻഹിബിറ്റർ ഓഫ് ഓട്ടോഫാഗി ആണെന്ന് നമുക്ക് മനസ്സിലായി. mTOR കുറഞ്ഞാൽ ഇത് ആക്ടിവേറ്റഡ് ആകുന്നു. സോ ദിസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇനീഷ്യേഷൻ ഫോർ ULK കോംപ്ലക്സ് ഫോർമേഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് നടക്കുക. ഇത് ദിസ് ക്യാൻ ആക്ടിവേറ്റ് ഓർ പ്രൊഡ്യൂസ് പ്രീ ഓട്ടോഫാഗോസോമൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. PAS എന്നാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തേത് ഇത് അടുത്ത പ്രോസസ്സിന് വേണ്ട ആൾക്കാരെ ആക്ടിവേറ്റ് ചെയ്യുക കൂടി ചെയ്യും. സോ നെക്സ്റ്റ് പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട്, പ്രീ ഓട്ടോസോമൽ സ്ട്രക്ചർ, ഓട്ടോഫാഗോസോമൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ULK1 കോംപ്ലക്സ് ഇനി മറ്റു പല ആൾക്കാരെയും ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇതിൽ പ്രധാനം ബെക്ലിൻ 1 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അടങ്ങുന്ന ചില കോംപ്ലക്സ്. ആൻഡ് ഇതിലും ATG പ്രോട്ടീനുകളുണ്ട്, VPS ATG14L ഉണ്ട്, VPS പ്രോട്ടീനുകളുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോംപ്ലക്സിനെ ആക്ടിവേറ്റ് ചെയ്യും. ആൻഡ് ഈ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുക, അപ്പോൾ ഇത് ഉണ്ടാവുന്ന ഈ പരിപാടികളെ നമ്മൾ വിളിക്കുക ന്യൂക്ലിയേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. സോ അപ്പോൾ രണ്ടാമത്തെ പരിപാടി ഈസ് ന്യൂക്ലിയേഷൻ. ഇത് ഇനീഷ്യേഷൻ ആയിരുന്നു, അപ്പോൾ ഈ സംഭവം ഉണ്ടായി, ഇത് ന്യൂക്ലിയേഷൻ. സോ ഈ കോംപ്ലക്സ് മൊത്തം, ഈ കോംപ്ലക്സിനെ നമുക്ക് പല പേരുകൾ വിളിക്കാം. PI3K കോംപ്ലക്സ് എന്ന് വിളിക്കാറുണ്ട്. നമുക്ക് ഏറ്റവും സുഖം ബെക്ലിൻ 1 കോംപ്ലക്സ് എന്ന് വിളിക്കുന്നതായിരിക്കും, ബെക്ലിൻ 1 കോംപ്ലക്സ്. സോ ഇത് ചെയ്യുന്നത് മിക്കവാറും നമ്മുടെ ഇപ്പോൾ ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണെന്ന് വിചാരിക്കുക, ഞാൻ വെറുതെ വരയ്ക്കുകയാണ്. ഇതിന്റെ ഒരു ഭാഗം ഇങ്ങനെ ഒരു പീസ് ഇങ്ങോട്ട് ഊരിയെടുത്തിട്ട് ഇതൊക്കെയാണ് നമ്മുടെ എൻഡോസൈറ്റോസ് ചെയ്യേണ്ട ഓർഗനലുകൾ എന്ന് വിചാരിക്കുക. ആൻഡ് ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു സംഭവം അങ്ങ് തീർക്കുക. ഓക്കെ, ഈ സാധനം എടുത്തുകൊണ്ടിട്ടാണ് ഇവിടെ പിടിപ്പിക്കുക. ഓക്കെ, സോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഒരു കഷ്ണം, ഒരു മെംബ്രെയിൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്നെ ആയിരിക്കണമെന്നില്ല, സെൽ മെംബ്രെയിൻ എടുക്കാം, മൈറ്റോകോൺട്രിയ എടുക്കാം. ഇതല്ല നമ്മളിവിടെ തൽക്കാലം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞു. മെംബ്രെയിൻ എടുത്ത് ഓർഗനലിലെ ഏത് ഓർഗനലുകളെയാണോ ഫാഗോസൈറ്റോസ് ചെയ്യേണ്ടത്, ഓട്ടോഫാഗി ചെയ്യേണ്ടത്, ആ ഓർഗനലുടെ ചുറ്റും ഒരു മെംബ്രെയിനിയസ് വെസിക്കിൾ ഇങ്ങനെ ഉണ്ടാക്കല. ഓക്കെ, സോ ഒരു ഐസൊലേഷൻ മെംബ്രെയിൻ ഇതിന് ചുറ്റും
എൻസൈം ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ഈ ഉണ്ടാക്കിയെടുത്ത ഈ സംഭവം, ഈ കപ്പ് ലൈക്ക് സംഭവത്തെയാണ് നമ്മൾ ഫാഗോഫോർ എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇസ് ഫാഗോഫോർ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫാഗോഫോർ ഫോർമേഷൻ ആണ്. സോ ന്യൂക്ലിയേഷൻ ഈസ് ഫാഗോഫോർ ഫോർമേഷൻ ആണ്. ഇനി ഈ ബെക്ലിൻ 1നെ ആരെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഇവിടെ എംടോർ പറഞ്ഞ പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ BCL2 പ്രോട്ടീൻ. BCL2 നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? BCL2 ഈസ് ആന്റി അപ്പോപ്റ്റോട്ടിക് പ്രോട്ടീൻ ആണ്. സോ ബെക്ലിൻ 2 ഈസ് ഓൾസോ ആൻ ആന്റി ഓട്ടോഫാഗിക് ഓൾസോ ആണെന്ന് പറയാം. സോ BCL2ഉം ബെക്ലിനും ചേർന്ന് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഇന്ററാക്ഷൻ ചെയ്ത് ഇരുന്നു കഴിഞ്ഞാൽ ഈ സംഭവം നടക്കില്ല. സോ അപ്പൊ എംടോറിന്റെയും ULK കോംപ്ലക്സിന്റെ ഒക്കെ പണി എന്താണെന്ന് വെച്ചാൽ ഇതിനെ പിടിച്ചിങ്ങോട്ട് മാറ്റുക എന്നുള്ളത്. അപ്പൊ ഇത് ഫ്രീ ആയി. ഇത് ഫ്രീ ആയി കഴിഞ്ഞാൽ ന്യൂക്ലിയേഷൻ പരിപാടികൾ നടക്കും. സോ ബെക്ലിൻ 1 വിൽ പ്രൊഡ്യൂസ് ഫാഗോഫോർ ബൈ ന്യൂക്ലിയേഷൻ. ഇതൊരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഇനി കപ്പ് ഷേപ്പ് സ്ട്രക്ചർ എന്ത് ചെയ്യണം? ഇതിങ്ങനെ എലോങ്ങേറ്റ് ചെയ്യണം അല്ലെ. ഇവിടെ രണ്ടറ്റവും ഫ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. സോ അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് ഈസ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ ഉണ്ട് ആൻഡ് മെച്ചുറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. സോ ഇവിടെ രണ്ട് പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ്റെ പേര് യുബിക്വിറ്റിൻ ലൈക്ക് പ്രോട്ടീൻസ് എന്നാണ്, അല്ലെങ്കിൽ യുബിക്വിറ്റിൻ കോൺജുഗേറ്റഡ് സിസ്റ്റം പ്രോട്ടീൻ. രണ്ട് പ്രോട്ടീൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ യുബിക്വിറ്റിൻ പ്രോട്ടീൻ എന്ന് പറയുന്നത് രണ്ട് പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് മൈക്രോട്യൂബ്യൂൾ അസോസിയേറ്റഡ് പ്രോട്ടീൻ ലൈറ്റ് ചെയിൻ 3. വലിയ പേരാണ്. തൽക്കാലം നമുക്ക് അവയെ വളരെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ചെയിൻ 3 LC3 എന്ന് എഴുതാം. വേറൊരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനെ LC3 പ്രോട്ടീനെ വേറൊരാളുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അയാളുടെ പേര് PE എന്നാണ്, ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമീൻ. സോ PE ഫോസ്ഫാറ്റിഡൈൽ എത്തനോളമീനെ LC3 ആയിട്ട് പിടിപ്പിക്കുന്ന പരിപാടിയാണ് ഈ യുബിക്വിറ്റിൻ ലൈക്ക് പ്രോട്ടീൻ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് PELC3. ഈ PELC3യുടെ പരിപാടിയാണ് ഇതിങ്ങനെ ഫാഗോഫോറിന്റെ ഇലോങ്ങേഷൻ ആൻഡ് ഫ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് PC3 ചെയ്യുക. സോ PC3 ഇതെങ്ങനെ ചെയ്യുന്നു? സോ അപ്പൊ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയി. നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ഏതെല്ലാം സംഭവങ്ങളെയാണ് ഓട്ടോഫാഗി നടത്തേണ്ടത് ആ സ്ട്രക്ചറുകൾക്ക് ചുറ്റും മാത്രമാണ് ഇതുണ്ടാവുക. എൻസർക്കിൾ ചെയ്യുന്ന ഒരു ഓട്ടോഫാഗോസോം. നമുക്കിപ്പോൾ ഓട്ടോഫാഗോസോം. സോ ഇതാണ് ഓട്ടോഫാഗോസോം ഫോർമേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. തേർഡ് പോയിന്റ് ഇതാണ്. സോ ഫാഗോസൈറ്റോസ് ചെയ്യേണ്ട മാത്രം കണ്ടന്റ്സ് മാത്രം ഇതിനകത്താവും. സോ ഓട്ടോഫാഗോസോം ഉണ്ടാവലാണ് പ്രധാനം. സോ ഈ PELC3 ഇതുണ്ടാവലാണ് മാർക്കർ ഓഫ് ഓട്ടോഫാഗി. ഓട്ടോഫാഗി നടക്കുന്നതിന്റെ ഒരു മാർക്കറായിട്ട് ഫൈനലായിട്ട് അല്ല ഇതുണ്ടായാലാണ് നടക്കുക. അപ്പൊ PELC3 ഈസ് ദ മാർക്കർ ഓഫ് ഓട്ടോഫാഗി. പിന്നെ സിമ്പിൾ ആണ് നടക്കേണ്ട കാര്യങ്ങൾ. ഉണ്ടായ ഓട്ടോഫാഗോസോം വിൽ ജോയിൻ ടു ലൈസോസോം. ഇതുമായിട്ട് പോയി ജോയിൻ ചെയ്യണമെങ്കിൽ ഇത് ലൈസോസോം ആണ്. ജോയിൻ ചെയ്യണമെങ്കിൽ സം സ്നാർ പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്തായാലും അങ്ങനെയൊക്കെ നടന്നു. ഇത് രണ്ടും കൂടി ഒന്നാവുന്നു. ഓക്കെ, രണ്ടും കൂടി ഒന്നായി സംഭവങ്ങളൊക്കെ ഇതിനകത്തിട്ട് ഓട്ടോലൈസിസ് നടത്തുന്നു. സോ ഇതിനകത്ത് ഓട്ടോലൈസിസ് കാരണം ഇത് ലൈസോസോം ആണ്. ലൈസോസോമിലെ ഓട്ടോലൈസിസ് ഒക്കെ നടത്താനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ലൈസോസോം ആണ് ഇതിന്റെ ഫൈനൽ സംഭവങ്ങളൊക്കെ നടത്തുന്ന എൻസൈംസ്. ആൻഡ് ഇതിൽ നിന്ന് ആവശ്യമുള്ളവ സെല്ലിനെടുത്ത് വീണ്ടും ഉപയോഗിക്കും അല്ല, സെല്ലിനെടുത്തിട്ട് മെറ്റബോളിസം അങ്ങനെയൊക്കെയുള്ള പരിപാടിക്ക് ചെയ്യാം. സോ ഇതാണ് മാക്രോ ഓട്ടോഫാഗി എന്ന് പറയും. ഇനി ഇതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് മൈറ്റോഫാഗി എന്ന് പറയാം. മൈറ്റോഫാഗി ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഇത്രയും സാധനമൊന്നുമില്ല. ഓൺലി മൈറ്റോകോൺട്രിയ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓൺലി മൈറ്റോകോൺട്രിയ. ടാർഗറ്റ് ഈസ് മൈറ്റോകോൺട്രിയ മാത്രമാണ്. ഡാമേജ്ഡ് മൈറ്റോകോൺട്രിയയിലേക്ക് രണ്ട് പ്രോട്ടീൻ അവിടെ ഉണ്ടാകും. ഉദാഹരണം അതിന്റെ പേര് പിങ്ക് 1 എന്നുണ്ട്. പാർക്കിൻ പോലെയുള്ള പ്രോട്ടീൻ ആണ്. ഏതാണ് ഈ നശിച്ചെടുക്കുന്ന സംഭവം എന്ന് കണ്ടുപിടിച്ചു. സോ അതിനകത്തേക്ക് യുബിക്വിറ്റിൻ പ്രോട്ടീൻസ് ആണ്. സോ ഇത് ഒന്ന് ഒട്ടിച്ചേരുമ്പോഴത്തേക്കും നമ്മുടെ ULK1 ഒക്കെ ആക്ടിവേറ്റഡ് ആവും, കോംപ്ലക്സ് ആക്ടിവേറ്റഡ് ആവും, ബാക്കി സ്റ്റെപ്പ് ഒക്കെ ഒന്ന് തന്നെയാണ്. ആൻഡ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പാർക്കിൻസൺ ഡിസീസിൽ ഇംപേർഡ് മൈറ്റോഫാഗിയാണ് നടക്കുക. ലെവി ബോഡീസ് ആൽഫസൈനോക്ലിൻ പോലുള്ളവയെ നശിപ്പിക്കുന്ന പരിപാടികളിൽ നിന്ന് തടസ്സം വന്നു കഴിഞ്ഞാൽ പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകും. സോ ഇതാണ് മൈറ്റോഫാഗി. അടുത്തത് മൈക്രോ ഓട്ടോഫാഗിയാണ്. മൈക്രോ ഓട്ടോഫാഗി കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇത് സെൽ, ഇത് ന്യൂക്ലിയസ്, ഈ ഓർഗനലിലെയാണ് നമുക്ക് നശിപ്പിക്കേണ്ടെങ്കിൽ ലൈസോസോം അതിനടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇതിന് ചുറ്റും ഇൻവാജിനേറ്റ്. സോ ഏത് ഓർഗനലിലെയാണോ ഫാഗോസൈറ്റോസ് ചെയ്യേണ്ടത് അതിന് ചുറ്റും ലൈസോസോമൽ മെംബ്രെയിൻ ഇൻവാജിനേറ്റ് ചെയ്ത് അതിനെ അകത്തേക്ക് എടുക്കും. ഓർ എൻഡോസൈറ്റോസിസ് ചെയ്യുന്നതാണ്. എൻഡോസൈറ്റോസിസ് വഴി എൻഗൾഫ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ടേക്കപ്പ് ചെയ്യുന്നതാണ് എന്ത് മൈക്രോ ഓട്ടോഫാഗി എന്ന് പറയും. സോ ഇവിടെ എന്തില്ല, ഒരു ഓട്ടോഫാഗോസോം ഒന്നും ഉണ്ടാകുന്നില്ല. ഓട്ടോഫാഗോസോമിന്റെ കാര്യങ്ങളൊന്നുമില്ല. സോ ദിസ് ഇസ് എൻഡോസൈറ്റോസിസ് ബൈ ലൈസോസോം. സോ ഇത് ലൈസോസോം. സോ അടുത്ത മെക്കാനിസം, ലാസ്റ്റ് മെക്കാനിസം നമ്മൾ പറയുന്നത് ചെപ്രോൺ മീഡിയേറ്റഡ് ഓട്ടോഫാഗി ആണ്. ചെപ്രോൺ മീഡിയേറ്റഡ് ഓട്ടോഫാഗി
CMA എന്ന് നമുക്ക് എഴുതാം. ചേപ്രോൺ നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ചേപ്രോൺ നമ്മൾ കേട്ടിട്ടുള്ളത് പ്രോട്ടീൻ ഫോൾഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ്. സോ ഇവിടെ മിസ്ഫോൾഡഡ് പ്രോട്ടീൻ. സോ പ്രോട്ടീൻ ഇങ്ങനെ അല്ലേ പല രീതിയിൽ ആണ് ഫോൾഡ് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ നല്ല പണിയാണ്. സോ കൃത്യമായിട്ട് രീതിയിലല്ല ഫോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ ചേപ്രോൺസ് വന്ന് അതിനകത്ത് ബൈൻഡ് ചെയ്യുന്നു. ഉദാഹരണം ഇത് സെല്ലാണ്, ഇത് ന്യൂക്ലിയസ് ആണ് എങ്കിൽ ഇവിടെ ഒരു പ്രോട്ടീൻ ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇത് മിസ്ഫോൾഡഡ് ആണെങ്കിൽ ഇവിടെ പ്രോട്ടീനിൽ ഈ ചേപ്പറോൺ എന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് ബൈൻഡ് ചെയ്യുന്നു. സോ ഈ പ്രോട്ടീൻ ഒരു പ്രത്യേകത ഉണ്ട്. ഈ പ്രോട്ടീനകത്ത് KFERQ. ഓക്കെ, സോ ഇങ്ങനെ പറയുന്ന ഒരു അമിനോ ആസിഡ്സ് കോൺസെൻസസ് സീക്വൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് പല അമിനോ ആസിഡ്സിനെ ഡിനോട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. ആൻഡ് ഇങ്ങനെയുള്ള സീക്വൻസ് ഇത് അമിനോ ആസിഡ് ആണെങ്കിൽ ഇത്രയും ഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സീക്വൻസ് ഉണ്ടായിരിക്കും. അതിനെ കണ്ടുപിടിക്കാനും അതിൽ ഒട്ടിച്ചേരാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ ചേപ്പറോൺസ് എന്ന് നമ്മൾ വിളിക്കും. സോ നമ്മുടെ സെല്ലിനകത്തുള്ള സോലബിൾ ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻസിൽ ഒരു 30-40% ഈ സീക്വൻസ് ഉണ്ടായിരിക്കും. സോ ഇതൊരു സെലക്റ്റീവ് പ്രോസസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ സെലക്റ്റീവ് ഡീഗ്രഡേഷൻ പ്രോസസ് നടക്കുന്നത് പ്രൊലോങ്ഡ് പീരീഡ്സ് ഓഫ് ഫാസ്റ്റിംഗിലാണ്. മോർ ദാൻ 12 hours പ്ലസ് ഓർ സാധാരണ 16 hours പ്ലസിലൊക്കെയാണ് ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലാണ് ഈ ചേപ്രോൺ മീഡിയേറ്റഡ് ഓട്ടോഫാഗി ഒക്കെ ആക്ടിവേറ്റഡ് ആണ്. നമ്മൾ വയസ്സാവും തോറും ഈ ചേപ്രോൺ മീഡിയേറ്റഡ് ആക്ടിവിറ്റി ഒക്കെ കുറയും. അപ്പൊ ഇങ്ങനെയുള്ള പ്രോട്ടീനൊക്കെ കെട്ടിക്കിടക്കും അല്ലെ. ഏജിങ്, ദെൻ ഹൈ ഫാറ്റ് ഡയറ്റ് അല്ലെങ്കിൽ ഹൈ സൂക്രോട്ട് ഡയറ്റ് ഒക്കെ അടിച്ചേറ്റ് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള സാധനമൊക്കെ അവിടെ കിടക്കും. ചേപ്രോൺ മീഡിയേറ്റഡ് ആക്ടിവിറ്റി ഫംഗ്ഷൻ കുറയും. സോ ഇവിടെ നശിപ്പിക്കേണ്ട പ്രോട്ടീനിൽ വന്ന് ഒട്ടിച്ചേരുന്ന ചേപ്രോൺ ആരൊക്കെയാണെന്ന് നമുക്ക് ഓന്നീസ് ഇവിടെ വന്ന് ഇതാണ് പ്രോട്ടീൻ എന്ന് വിചാരിക്കുക. ആദ്യം വന്ന് പിടിക്കുന്നത് HSP70 ആണ്. ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ 17 ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു. ഓക്കെ, ഇനിയുണ്ട് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻ 40 ഉണ്ട്, 90 ഉണ്ട്. പക്ഷെ ആദ്യം വന്ന് പിടിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുക, ഇങ്ങനെ ഒരു പ്രോട്ടീൻ ഇതുണ്ട് നശിക്കണം എന്ന് തീരുമാനിക്കുന്ന HSP17 ആണ്. സോ ഇങ്ങനെ ഉണ്ടാവുന്ന സാധനമാണ് ചേപ്പറോൺ കോംപ്ലക്സ് ഫോം ചെയ്യുക എന്നാണ് നമ്മൾ അതിന് പറയാം. ചേപ്പറോൺ കോംപ്ലക്സ് ഇവിടെ ഒന്ന് ഒട്ടിച്ചേരുന്നു. ഇനി ഈ ചേപ്പറോൺ കോംപ്ലക്സ് വിത്ത് ദിസ് ഡെസ്റ്റിൻ പ്രോട്ടീൻ, ഇതാണ് നമ്മുടെ ഡെസ്റ്റിൻ പ്രോട്ടീൻ. ഇത് വന്ന് ഒട്ടിച്ചേരുന്ന ഇത് ലൈസോസോം ആണെങ്കിൽ വലുതായിട്ട് വരച്ചു മാത്രമേ ഉള്ളൂ, ഇത്രയൊന്നുമില്ല. ലൈസോസോമിന്റെ ഒരു പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീന്റെ പേര് ലാംബ് LAMP2A എന്നാണ്. LAMP2A മീൻ ലൈസോസോമൽ അസോസിയേറ്റഡ് മെംബ്രെയിൻ പ്രോട്ടീൻ 2A, അത്രേ ഉള്ളൂ. സോ ഈ സാധനം ഇവിടെ വന്ന് ഒട്ടിച്ചേരുകയാണ്. ഈ സംഭവങ്ങളെല്ലാം ഞാൻ വലുതായിട്ട് വീണ്ടും വരയ്ക്കുന്നില്ല, ഇത് ഒട്ടിച്ചേരുക എന്ന് അങ്ങോട്ട് മനസ്സിലാക്കുക. ഇത് ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഈ പ്രോട്ടീനെ അകത്തേക്ക് ലൈസോസോമിന്റെ അകത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. ഈ പ്രോട്ടീൻ ഇത് മാറ്റി ഈ സാധനങ്ങൾ ഇതിനകത്തേക്ക് എടുക്കുക. സോ അപ്പൊ LAMP2A ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് വിത്ത് ദിസ് ചേപ്പറോൺ കോംപ്ലക്സ് ആണ്. ഒന്ന് അൺഫോൾഡിങ് ദ കോംപ്ലക്സ്, ഈ കോംപ്ലക്സ് ഒക്കെ ഒന്ന് അൺഫോൾഡ് ചെയ്യണം. ആൻഡ് ദിസ് ട്രാൻസ്ലൊക്കേഷൻ ഇൻ ടു ദ ലൈസോം, ഈ പ്രോട്ടീനെ ലൈസോസോമിനകത്തേക്ക് എടുക്കുക. HSP70, 90 ഒക്കെ കയറുന്നുണ്ടാവും കേട്ടോ ഇതിനകത്തേക്ക്. സോ ലൈസോസോമൽ അകത്ത് ഇപ്പൊ നമ്മുടെ പ്രോട്ടീൻ ഇപ്പൊ അകത്തെത്തി. ഇതിനെ പഴയതുപോലെ തന്നെ നമുക്ക് നശിപ്പിക്കാം, ഡീഗ്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഈ LAMP2A ജനറ്റിക് ആയിട്ട് പ്രശ്നം വല്ലതും കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഡാനോൺ ഡിസീസ് എന്ന് പറയുന്ന അസുഖം. ഈ LAMP2A ജനറ്റിക്കലായിട്ട് ഇല്ലാത്തൊരവസ്ഥ. ഇതൊരു ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസ് 3B എന്ന് പറയും. ദിസ് ക്യാൻ കോസ് എന്താ ഉണ്ടാകുന്നത്? ഹൃദയത്തിന്റെ ഭിത്തികളിൽ കാർഡിയാക് ഹൈപ്പർട്രോഫി ഉണ്ടാകും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം, ഈ അസുഖം. സോ നമ്മൾ പറഞ്ഞത് ചേപ്പറോൺ മീഡിയേറ്റഡ് ഓട്ടോഫാഗി ആണ്. അപ്പൊ നമുക്കിനി ഇതിന്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, ഓട്ടോഫാഗിയുടെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് കൂടി എന്ന് പറഞ്ഞങ്ങ് നിർത്താം. സോ അപ്പോൾ ഒരു 20 മിനിറ്റോളം ആകുമായിരിക്കും. സോ ക്യാൻസർ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ ആണ്. സോ ക്യാൻസറിൽ ഓട്ടോഫാഗി ഇറ്റ് ക്യാൻ പ്രൊമോട്ട് ക്യാൻസർ, അതാണ് ഒരു സാധ്യത. പ്രൊമോട്ട് ക്യാൻസർ ചെയ്യാം. 2 ഇറ്റ് ക്യാൻ ഡിക്രീസ് അല്ലെ. പ്രൊട്ടക്ട് ഫ്രം ക്യാൻസർ ഉണ്ട്, പ്രൊമോഷൻ ഓഫ് ക്യാൻസർ, ഇത് രണ്ടും നടക്കാം. 2 എഡ്ജ് സ്വോർഡ് ആണ്. ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ക്യാൻസർ ഒരു സെല്ല് ക്യാൻസർ ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഓട്ടോഫാഗി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഈ ഓട്ടോഫാഗി സിസ്റ്റം എല്ലാം ഷട്ട് ഡൗൺ ചെയ്തിട്ടാണ് ക്യാൻസർ സെല്ല് ഇങ്ങനെ വിലസി നടക്കുക എന്നുകൂടി നമ്മൾ നോക്കുക. സോ എന്തായാലും ഈ സ്കാൻ 2 രീതിയിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ക്യാൻസറിനകത്ത് ഓട്ടോഫാഗി എന്ന് പറയുന്നത്. രണ്ടാമത്തത് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് അൾഷിമേഴ്സ് ഡിസീസ് പറയാം, ഹണ്ടിങ്ടൺ ഡിസീസ്, പാർക്കിൻസൺ ഡിസീസിലൊക്കെ ഇതിന് ഒരു റോളുണ്ട്. ഇനി മൂന്നാമത്തത് IBDയിലാണ്. IBDയിൽ ഉദാഹരണത്തിന് ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കോളൈറ്റിസ്. സോ ഇങ്ങനെയൊക്കെയുള്ള അസുഖത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ഏത് ജീനിലാണ്? ATG ജീനിനകത്തുള്ള 16L. ATG 16 ജീനിലെ ഒരു വ്യതിയാനം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള IBD പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ്. സോ ATG 16L ഇസ് ഇമ്പോർട്ടൻറ്റ്. IBD, ക്രോൺസോ അൾസറേറ്റീവ് കോളൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ
പിടിക്കാം. നാലാമത്തെ അടുത്തത് ഒരു ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻസിനകത്ത് ഏറ്റവും പ്രധാനം ATG, ഈ ജീനിനെ പറ്റിയാണ്. ATG5 ഡിലീഷൻ. ATG5 ജീൻ ഇല്ലാത്ത ആൾക്കാരിൽ മാക്രോഫേജസ്, ഇതിലാണ് മാക്രോഫേജസിനകത്ത് ATG5 എന്ന് പറയുന്ന ജീൻ ഇല്ലെങ്കിൽ TB വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്, അല്ലെങ്കിൽ അവർക്ക് TB പിടിക്കാനുള്ള റിസ്ക് ഓഫ് TB ഈസ് വളരെ കൂടുതലാണ്. സോ ATG5 ഡിലീഷൻ. ദെൻ ഇൻ ഷിജല്ല, HI, HSV1 ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിലൊക്കെ ഇതിന് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഓട്ടോഫാഗി. അപ്പം നമ്മൾ എന്താണ് ഓട്ടോഫാഗി എന്ന് പറഞ്ഞു, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓട്ടോഫാഗി പറഞ്ഞു, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ദർ ആണ് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.